വഖഫ് ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. YSR കോൺഗ്രസും ശിവസേന ഉദ്ധവ് പക്ഷവും ബില്ലിനെ എതിർത്തു. TDPയും JDUം ബില്ലിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ബില്ലിനെ എതിർത്ത് കെ രാധാകൃഷ്ണൻ എം പി മലയാളത്തിൽ സംസാരിച്ചു. കേരളത്തിലെ ദേവസ്വം നിയമനം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് സുരേഷ് ഗോപിയെ കൂടി പേരെടുത്തു പറഞ്ഞ ബില്ലിനെതിരെ കെ രാധാകൃഷ്ണൻ എം പി വിമർശനം ഉന്നയിച്ചു. രാധാകൃഷ്ണ പ്രസംഗത്തിന് പിന്നാലെ കേരള നിയമസഭയെ ഒന്നാകെ വിമർശിച്ച് സുരേഷ് ഗോപിയും രംഗത്ത് വന്നു. കേന്ദ്രത്തിനെതിരായ വിമർശനം KC വേണുഗോപാൽ ഏറ്റെടുത്തു. ഇസ്ലാം മതവിശ്വാസികൾ ദാനം നൽകുന്ന ഭൂമി മറച്ചു വിൽക്കുന്നത് തടയുകയാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് അമിത് ഷാ സഭയിൽ വ്യക്തമാക്കി. വഖഫ് ബോർഡുകളിലെ അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുന്നത് മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ സ്വയംഭരണത്തിലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. സാർ, ഇത് മറ്റ് സമൂഹത്തോട് അല്ലെങ്കിൽ മറ്റ് മതങ്ങളോട് ഈ സമീപനം സ്വീകരിക്കാൻ തയ്യാറാകും. സാർ, ഒരു ക്രിസ്ത്യൻ പേര് വന്നതിൻ്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായി. അതായത് ഹിന്ദു ദേവസ്വം ബോർഡിലേക്ക് 1987 ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. People used to do it, attack Kargeji every time. Used to attack Kargeji. They didn't like. They didn't like that people. Anurag ji, you may have your own mindsets. You may have your own mindset, which is run by your party. You may have, but don't attack. Don't insult. Don't use allegation for narrow political motives, sir. देश भर के मुसलमान भाइयों बहनों को कहना चाहता हूं, आपके वक़्फ़ में एक भी नॉन मुस्लिम नहीं आएगा. ये एक्ट में ऐसा कोई प्रावधान नहीं. मगर जो वक़्फ़ बोर्ड है और वक़्फ़ परिषद है, उसका काम क्या है? वक़्फ़ की संपत्तियां मान्यवर बेच खाने वाले लोगों को पकड़कर इसके बाहर निकालने का. वक़्फ़ के नाम पर औने पौने दाम में संपत्तियों को 100 साल तक किराए पे देने वाले लोगों को पकड़ना है. वक़्फ़ का जो पैसा होता है, इनकम जो गिरती जा रही है, जिसके माध्यम से माइनॉरिटी का विकास करना है, माइनॉरिटी को आगे बढ़ाना है, इस्लाम धर्म की सारी धार्मिक संस्थाओं को पुख्ता करना है. ये पैसा जो चोरी होता है ना, उसको पकड़ने का काम वक्फ बोर्ड वक्फ परिषद करे. അമിത് ഷാ, ഏത് രീതിയിലാണ് വഖഫ് ബില്ല് നടപ്പിലാക്കപ്പെടുന്നത്, എന്തിനാണ് കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്, ഏതൊക്കെ ഇടങ്ങളിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. കെ രാധാകൃഷ്ണന്റെ പ്രശ്നത്തിന് പിന്നാലെയാണ് സുരേഷ് ഗോപി എന്നുള്ള മറുപടിയായി കാര്യങ്ങൾ പറഞ്ഞത്. കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അത് അറബിക്കടലിൽ വീഴും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 12 മണിക്ക് തുടങ്ങിയ ചർച്ച ഇപ്പോഴും തുടരുന്നു. പി ബസന്തുണ്ട്. ബസന്ത്, ചർച്ച തുടരുകയാണ്. വോട്ടെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതകളുമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും ബില്ല് വോട്ടെടുപ്പിലേക്കാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. അത് വകുപ്പ് തിരിച്ചുള്ള വോട്ടെടുപ്പ് അല്പസമയത്തിനകം തന്നെ നടക്കും. ഇപ്പോൾ ബില്ലിന്മേലുള്ള ചർച്ച തുടരുകയാണ്. ഇപ്പോൾ ഇതുവരെയായി പിന്തുണ പ്രഖ്യാപിച്ചവരിൽ ജനതാദൾ സെക്യുലർ പാർട്ടിയുമുണ്ട്, TDP ഉണ്ട്, JDU ഉണ്ട്, അതുപോലെ തന്നെ ശിവസേന ഏകനാഥിന്റെ വിഭാഗം തുടങ്ങി NDA സഖ്യത്തിലുള്ള എല്ലാവരും ഇപ്പോൾ ഈ ബില്ലിനെ പിന്തുണച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. അതേസമയം ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും ബില്ലിനെ എതിർക്കുന്ന ഒരു നിലപാടാണ്. കോൺഗ്രസ് അതിശക്തമായ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. KC വേണുഗോപാൽ ആണ് കോൺഗ്രസിന് വേണ്ടി പ്രധാനമായും സംസാരിച്ചവരിൽ ഒരാള്. അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഈ ക്രൈസ്തവ സംഘടനകൾ അല്ലെങ്കിൽ CBSE ഇന്നലെ അതിന്റെ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള നടപടികൾ വേണം എന്നുള്ള തരത്തിലാണ്. മാത്രമല്ല, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നുള്ള ഒരു സംഘടന രൂപം കൊണ്ട് തന്നെ ക്രൈസ്തവ സംഘടനകൾക്ക് വിരുദ്ധമായിട്ടാണ് എന്നുള്ള തരത്തിലുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, രാജ്യത്തെ വിഭജിക്കുന്നതിനുള്ളതാണ് ഈ ബില്ല്. രാജ്യത്തെ വിവിധ സമുദായങ്ങളെ തമ്മിൽ വിദ്വേഷം പരത്തുന്നതിനുള്ള
ഒരു ബില്ലാണ് ഉണ്ടാക്കിയത്. കേരളത്തിൽ നിന്നും ET മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംസാരിച്ചു. ബില്ല് വഖഫ് ബില്ലിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അമിത്ഷായുടെ പ്രസംഗത്തിൽ അദ്ദേഹം ന്യൂനപക്ഷ സംരക്ഷകനായി പറയുന്നത് തന്നെ വലിയ തമാശയാണ് എന്ന് ET മുഹമ്മദ് ബഷീർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ബില്ല് അവതരിപ്പിച്ചത്. ബില്ലിന്റെ നിരാകരിക്കുന്ന പ്രമേയം NK പ്രേമചന്ദ്രൻ അവതരിപ്പിച്ചു. മാത്രമല്ല JPC കൊണ്ടുവന്ന ബില്ല് എന്നുള്ള തരത്തിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രേമചന്ദ്രന്റെ പ്രധാന വാദം. ഏതായാലും ഇപ്പോഴും ബില്ലിന്മേൽ ചർച്ച തുടരുന്നു. രാത്രി ബില്ലിന്മേൽ വോട്ടെടുപ്പുണ്ടാവും. കിരൺ റിജുവാണ്, ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജുവാണ് ബില്ല് അവതരിപ്പിച്ചത്. ഇതിൽ മുൻപ് വിഷയത്തിൽ അവിടുത്തെ പരാതിക്കാരുടെ അവകാശങ്ങൾക്കൊപ്പം തന്നെയാണ് തങ്ങളെന്ന് KC വേണുഗോപാലൊക്കെ ആവർത്തിച്ച് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ബില്ലിനെ എതിർക്കുന്ന ശക്തമായ നിലപാടുമാണ്. ഈ വിഷയങ്ങൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് മുൻപം വിഷയം ആരൊക്കെ ഈ ചർച്ചയിൽ പ്രതിപാദിക്കുകയുണ്ടായി, ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തും? മുനമ്പം വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് കിരൺ റിജു ബില്ല് അവതരിപ്പിച്ചത്. അതായത് മുനമ്പം വിഷയത്തിനുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഈ ബില്ല് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് പങ്കെടുത്ത ഗൗരവ് ഗൊഗോയ് അടക്കമുള്ളവർ ഈ വിഷയം ഉന്നയിച്ചു. KC വേണുഗോപാലും മുനമ്പം വിഷയം ഉന്നയിച്ചു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് മുനമ്പത്തുള്ളവർക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്, ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്. അവരുടെ സമരത്തിന് ഒരു ന്യായമായ പരിഹാരം വേണം എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് ഒരുപക്ഷെ മുനമ്പം വിഷയം മുൻനിർത്തിയുള്ള ഒരു ചർച്ചയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. അമിത്ഷാ പോലും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട KCBCയും അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ സംഘടനകളും പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസ്താവനകളൊക്കെ തന്നെ എടുത്തു പറഞ്ഞു. ഈ ബില്ലിനെ പിന്തുണയ്ക്കാനായിട്ട് അവർ ആവശ്യപ്പെട്ടത് ഇതെല്ലാം തന്നെയാണ്, ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ ബില്ലിനെ കൊണ്ടുവരുന്നത്. ഈ ഇത്തരം വിഷയങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. വഖഫിന്റെ പേരിലുള്ള ഭൂമി വൻകിടക്കാർക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ. അത് അവസാനിപ്പിക്കുക, വഖഫിന്റെ പേരിലുള്ള ഭൂമി വിറ്റഴിക്കുന്നത് തടയുക, അത്തരക്കാരെ തടയുന്ന അത്തരം നടപടികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബില്ല് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ഇപ്പോൾ അമിത്ഷാ നേരത്തെ ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞത്. രാത്രി വൈകി ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജു ചർച്ചയ്ക്ക് മറുപടി നൽകും. അതിനുശേഷം വകുപ്പ് തിരിച്ചുള്ള വോട്ടിങ്ങും മറ്റും നടക്കും. ശരി, P. ബസന്താണ് വിവരങ്ങൾ നൽകി. എന്തായാലും വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ചർച്ച ഇപ്പോഴും തുടരുകയാണ്. 12 മണിക്കാണ് ലോക്സഭയിൽ വഖഫ് ബിൽ അവതരിപ്പിക്കപ്പെട്ടത്.